നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. 6-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കർമ്മപരമായിട്ട് കാർമിക് ലിങ്ക്സും അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളതിനെ കുറിച്ചുമാണ്. നക്ഷത്രത്തിൻ്റെ പൂർണ്ണമായിട്ട് വിശദമായിട്ടുള്ള ഫലം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ തൊട്ട് താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ കയറി നിങ്ങൾക്ക് പൂയത്തെക്കുറിച്ചുള്ളത് അറിയാൻ പറ്റും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂയം എന്ന് പറയുന്ന നക്ഷത്രത്തിൽ അതിൻ്റെ ഭോജ്യവസ്തു പായസമാണ്. ദേവത എന്ന് പറയുന്നത് ഗുരുവാണ്, ബൃഹസ്പതിയാണ് ഇതിൻ്റെ ദേവത. മൃഗം എന്ന് പറയുന്നത് ആടും, പക്ഷി എന്ന് പറയുന്നത് ചെമ്പോത്തും, ഗണം എന്ന് പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് പൂയം. യോനി എന്ന് പറയുന്നത് പുരുഷ യോനിയാണ്. കുറച്ച് മെയിൽ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉള്ള, അങ്ങനെയുള്ള കമ്മിറ്റ്മെൻറ്റ്സ് വരണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ട നക്ഷത്രമാണ്. നമ്മൾ ദേവപ്രശ്നം അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളിൽ ഈ പൂയം നക്ഷത്രം വരികയാണെങ്കിൽ ഭരണകേന്ദ്രങ്ങൾ, കൊട്ടാരം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ശരീരത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ വായുടെ ഭാഗമാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത്. നമ്മൾ അതുപോലെ തന്നെ ഈ പൂയം നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം പ്രധാനമായിട്ടും വായാണ് പൂയം നക്ഷത്രം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വൃക്ഷം എന്ന് പറയുന്നത് അരയാലാണ്. പൂയം നക്ഷത്രക്കാർക്ക് നക്ഷത്രവൃക്ഷത്തിന് വലിയ പാടൊന്നുമില്ല. ആ നക്ഷത്രവൃക്ഷത്തെ പൂജിക്കുന്നത് അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം അമ്പലങ്ങളിൽ മിക്ക ക്ഷേത്രങ്ങളിലും അരയാലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ത്രിമൂർത്തി സാന്നിധ്യമുള്ള വൃക്ഷമാണ് അരയാൽ. അപ്പോൾ അരയാൽ പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ പൂയം നക്ഷത്രക്കാർ കുറച്ച് കൂടുതൽ, ഒരു 11 പ്രാവശ്യമൊക്കെ അരയാലിനെ വലത്ത് വെക്കുന്നതും അതിന് ജലം സമർപ്പിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ ആരോഗ്യത്തിനുമൊക്കെ വളരെ ആ ഒരു സൂക്ഷ്മയുടെ സറ്റിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ശരദിക്ക് വടക്കാണ്. ദിക്ചാരം എന്ന് പറയുന്നത് മധ്യമാചാരിയാണ്. സ്വരൂപം എന്ന് പറയുന്നത് ബാണാകാരമാണ്. ഈ നക്ഷത്രം ഊർധമുഖ നക്ഷത്രമാണ്. ചില വിഷയങ്ങളിൽ ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ചില ഗുണങ്ങൾ തരുന്ന നക്ഷത്രമാണ് പ്രശ്നത്തിലൊക്കെ ഇത് വരുന്ന സമയത്ത്. അതുകൊണ്ട് ഊർധമുഖ നക്ഷത്രമാണിത്. ധ്രുവസ്ഥിരാദി പറയുമ്പം ലഘുവാണ്, സിമ്പിളാണ്, പക്ഷേ ക്ഷിപ്രവുമാണ്. വളരെ പെട്ടെന്ന് കോപിക്കുകയും പെട്ടെന്ന് ഇടപെടുകയും വളരെ ലഘുവായിട്ട് ഇടപെടുകയും ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരാണിത്. അങ്ങനത്തെ ഒരു നക്ഷത്രമാണിത്. ശുഭാശുഭാദികളിൽ ശുഭനക്ഷത്രമാണ്. ജലഭൂതമാണ്. പഞ്ചഭൂതങ്ങളിൽ നക്ഷത്രങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൽ പഞ്ചഭൂതങ്ങളിൽ ജലഭൂതമാണ്. അതേപോലെ തന്നെ നക്ഷത്ര സംഖ്യ 3 ഞാൻ ഈ നക്ഷത്ര സംഖ്യയെക്കുറിച്ചൊക്കെ നമ്മുടെ പഴയ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇവിടെ എടുത്ത് പറയാത്തത്. നമ്മുടെ പൂയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൂയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുള്ളത് അവിടെ അവരുടെ ഒരു സ്വഭാവ സവിശേഷതകൾ പറഞ്ഞിട്ടുള്ളതിനകത്ത് അത് നോക്കുക. നക്ഷത്രസംഖ്യ അതിനകത്തെല്ലാം വിശദമായിട്ടുണ്ട്. നക്ഷത്രസംഖ്യ ഇവിടെ ഞാൻ 3 എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ വിഷം, അതായത് ഒരു നക്ഷത്രത്തിൻ്റെ ചില നാഴികകൾ അമൃതവും ചില നാഴികകൾ വിഷവുമാണ്. പ്രത്യേകിച്ച് പൂയം നക്ഷത്രത്തിൻ്റെ 20ാമത്തെ നാഴിക മുതൽ 24ാമത്തെ നാഴിക വരെയുള്ള കുറച്ച് സമയം വിഷവും, അതുപോലെ തന്നെ 55 നാഴിക മുതൽ 60 നാഴിക വരെയുള്ളത് ഉഷ്ണശിഖയും, 44 നാഴിക മുതൽ 48 നാഴിക വരെയുള്ള സമയം അമൃതകടിയുമാണ്. വളരെ വിശേഷമാണ്. ഈ സമയത്തൊക്കെ പ്രശ്നം നടക്കുന്നത്, വിഷകടിയിൽ പ്രശ്നം നടക്കുന്നത് ഭയങ്കര ദോഷവും, അതുപോലെ തന്നെ അമൃതകടിയിൽ പ്രശ്നം നടക്കുന്നത് വളരെ വിശേഷവുമാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നമായാലും എന്തെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്താണെങ്കിലും ജനനത്തിലായാലും ഒക്കെ ഈ ഒരാൾ ജനിക്കുമ്പോൾ ഈ 44 മുതൽ 48 നാഴിക വരെയുള്ള സമയത്തൊക്കെയാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ആ നക്ഷത്രാധിപനായിട്ടുള്ള ശനിക്കൊക്കെ ബലം വന്നു കഴിഞ്ഞാൽ വളരെ വിശേഷം ആയിരിക്കും എന്നുള്ളതാണ്. ജാതകത്തിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം, പ്രശ്നത്തിലും ഉപയോഗിക്കാം. ജ്യോതിഷത്തിൽ ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് പൂയമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് കർക്കിടക രാശിയിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയും അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ ദേവത ഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദ്വന്ദ്വ സ്വഭാവം, അതായത് ബൃഹസ്പതിയുടെ ഒരു നേച്ചറും ഒരു ജ്ഞാനത്തിൻ്റെ ഒരു തലവും, അതുപോലെ തന്നെ ശനിയുടെ ഒരു അജ്ഞാനത്തിൻ്റെയും എന്നാൽ സന്യാസത്തിൻ്റെ ഒരു തലവും, ഒരു വിരക്തിയുടെ തലവും രണ്ടും കൂടി
ഒരുമിച്ച് ചേരുന്ന, ശനിയുടെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒരുമിച്ച് ചേരുന്ന ഒരു ദ്വന്ദ്വ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു നക്ഷത്രമാണ് പൂയം എന്നുള്ളത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും വീണ്ടും പറയുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവത്തിലൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു രീതികൾ ഉണ്ടാവും. കർമ്മബന്ധമനുസരിച്ച് ഈ നക്ഷത്രം പൊതുവേ പോഷണത്തിൻ്റെയും അതുപോലെ തന്നെ പരിപാലനത്തിൻ്റെയും ഒരു സഹജമായ ഒരു വാസനയുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രം ബലപ്പെടുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ, നക്ഷത്രത്തിൻ്റെ ദേവതയായിരിക്കുന്ന ബൃഹസ്പതിയും അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ അധിപനായിരിക്കുന്ന ശനിയും കൂടെ ഒരുമിച്ച് ബലപ്പെട്ട ഒരു ജാതകമാണെങ്കിൽ, അവരുടെ ലഗ്നം പൂയത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ചന്ദ്രൻ പൂയത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ 6ാം ഭാവാധിപൻ പൂയത്തിൽ നിൽക്കുക, എന്നിട്ട് വന്നിട്ട് ഈ ശനിയും ഈ പറഞ്ഞ വ്യാഴവും കൂടി ബലപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൊതുവേ ലഗ്നം സർവ്വ വിഷയവും ചിന്തിക്കണം എന്നാണല്ലോ, സർവ്വ വിഷയവും ലഗ്നം കൊണ്ട് ചിന്തിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം സ്നേഹവും വാത്സല്യവുമുള്ള ഒരു സ്വഭാവമായിരിക്കും ഇവർ. കാരണം ആ വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാവുന്ന കുറേ സുഖം, പ്രത്യേകിച്ച് തങ്ങളുടെ കുടുംബാംഗങ്ങളോട്, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് അതിയായ സ്നേഹവും വാത്സല്യവും കൂറും ഉണ്ടാവും. എത്ര വലിയ കൂട്ടുകാരാന്ന് പറഞ്ഞാലും വീടിനോടും കുടുംബത്തിനോടും അവരവർക്ക് വേണ്ടവരോട് വളരെ വലിയ കൂറ് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആത്മീയ ചിന്തയും ഈശ്വരവിശ്വാസവും ഉണ്ടാവും. ഈ വ്യാഴവും ശനിയും ബലപ്പെടുകയാണെങ്കിൽ ഇവർക്ക് ഇത് രണ്ടും ഒരു ഔട്ടർ പ്ലാനറ്റാണ്, സ്പിരിച്വൽ പ്ലാനറ്റാണ്. അപ്പോൾ ഇത് രണ്ടും സ്പിരിച്വാലിറ്റിയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇവർ ജന്മനാ തന്നെ ഇവർക്കൊരു ആത്മീയ ചിന്തയും ഈശ്വരീയ വാസനകളോടുമൊക്കെ ഒരു താല്പര്യമുണ്ടാവും. ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണ് ലഗ്നത്തെയൊക്കെ സ്വാധീനിച്ചിരിക്കുന്നത് എങ്കിൽ കുറച്ച് കൂടും. ഈ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയും കൂടിയാണ് ഇതെന്നുള്ളത് ഓർക്കണം, കർക്കിടകവേ. അപ്പം ആ ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിന് സ്വാധീനം ഈ ജാതകർക്കുണ്ടെങ്കിൽ, ഈ പൂയ നക്ഷത്രത്തിൽ തിരിക്കുക അവർ കൂടുതൽ സ്വാധീനം തരികയും ചെയ്തു കഴിഞ്ഞാൽ ജന്മനാ തന്നെ ആത്മീയ ചിന്തയും ഈശ്വരവാസനയൊക്കെ ഇവർക്ക് ഉണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ശനിയും വ്യാഴവും ബന്ധപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിയും വിവേകവും ഉണ്ടാവും. ഇപ്പം കാര്യങ്ങളെ തീരുമാനമെടുക്കാനും മറ്റുള്ളവരെ ഉപദേശിക്കാനും ഒക്കെ ഇവർക്ക് വളരെ നല്ല കഴിവായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു പൂയത്തിൻ്റെ ഒരു സ്പെസിമനാണ് പുള്ളി. നമ്മൾ നമ്മുടെ ഉത്തരാഖണ്ഡിൽ വെച്ച് ചെയ്ത പൂയത്തിൻ്റെ വീഡിയോയിൽ ഏകദേശം 50ഓളം പൂയക്കാരുടെ ജാതകങ്ങളെ വെച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് എടുത്ത് എൻ്റെ വളരെ അടുത്ത വർഷങ്ങളായിട്ട് 10-22 വർഷമായിട്ട് അറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് പൂയക്കാരൻ. അപ്പം അയാളുടെ ഒരു പ്രധാന രീതി എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത്യാവശ്യം ബുദ്ധിയും വിവേകവുമുണ്ട്. പ്രത്യേകിച്ച് ഈ തുലാം രാശിയും കൂടെയാണ് അയാളുടെ ലഗ്നം തുലാമാവുകയും ഈ പൂയ നക്ഷത്രത്തിൽ ജനിക്കുകയും കൂടെ ചെയ്തതിൻ്റെ ഒരു ഗുണം, പ്രത്യേകിച്ച് ആ പൂയ നക്ഷത്രത്തിനാണ് ബലം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബുദ്ധിയും വിവേകവും വളരെ കൂടുതലാണ്. ഉപദേശിക്കാനൊക്കെ ഇയാൾക്ക് വളരെ നല്ല കഴിവുള്ളത്. അപ്പം മറ്റുള്ളവർക്ക് ഉപദേശം നൽകാനും ഇവർ സമർത്ഥരാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധം, ജോലി ചെയ്യിപ്പിക്കാനും ചെയ്യാനുമൊക്കെയുള്ള ഒരു കഴിവ്, സൗമ്യമായ പെരുമാറ്റം, സൗമ്യമായിട്ട് പെരുമാറേണ്ടത് സൗമ്യമായിട്ട് പെരുമാറുക, ഇതൊക്കെ ആ വ്യാഴവും ശനിയും ബലപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു നേച്ചറാണ്. ഈ നമ്മൾ ആ വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് ദൃഷ്ടിയിലോ കേന്ദ്രത്തിലോ ഒരുമിച്ച് ദൃഷ്ടിയിലോ പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ത്രികോണത്തിലോ വരുന്നതിൻ്റെ പേര് ആധ്യാത്മിക യോഗം. വലിയ വലിയ മഹാന്മാരുടെ ജാതകത്തിൽ മിക്കപ്പോഴും വ്യാഴവും ശനിയും ത്രികോണത്തിലായിരിക്കും. ഭൃഗുനന്ദി നാഡി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അത് ഒരുപാട് വേർഷൻസ് ഉണ്ട്, അതിലെനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അതിൽ ഈ ഒരുപാട് കോമ്പിനേഷൻസ് പറയുന്ന ഒരു പഠനം പോലെ ഒരാൾ ചെയ്തൊരു ബുക്കുണ്ടായിരുന്നു. വളരെ ചെറിയ ബുക്കാണ് അത്. ആക്ച്വലി ഭൃഗുനന്ദി നാഡി വലിയ ബുക്കാണ്, ഇത് വളരെ ചെറിയൊരു ബുക്കാണ്. അതിനകത്തൊരു 500 ഹൊറോസ്കോപ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ വ്യാഴത്തിൻ്റെ ത്രികോണത്തിലായിട്ട് വരുന്ന അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി, വ്യാഴവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ശനി ഒക്കെ പരസ്പരം അങ്ങോട്ട് വരുന്നതിൻ്റെ ആ ഒരു സ്പിരിച്വൽ യോഗത്തെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ അതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യാഴവും ശനിയുടെയും കൂടി ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സ്പിരിച്വാലിറ്റിയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിന് ആ ഒരു സ്പിരിച്വൽ സ്വഭാവം ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ കഠിനാധ്വാനത്തിലൂടെയും, ശനിയല്ലേ,
കഠിനാധ്വാനത്തിലൂടെയും ബുദ്ധിപരമായ വ്യാഴം ഇൻറ്റ്യൂഷൻസ് വഴിയും ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിലൂടെയും ഇവർ ധാരാളം ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ വളരുകയും ഉയർച്ചകൾ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പൂയം നക്ഷത്രം ബലപ്പെട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, പൂയം നക്ഷത്രം, നക്ഷത്രാധിപൻ ഇതൊക്കെ ബലപ്പെട്ടു വന്നാൽ ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് വേണേൽ പറയാം. ഇത് കൂടാതെ ബാക്കിയുള്ളത് നമ്മുടെ പഴയ വീഡിയോയിൽ പോയി നോക്കിക്കൊള്ളുക. വ്യാഴവും ശനിയൊക്കെ ബലക്ഷയം വന്നിട്ടാണ് പൂയം നക്ഷത്രത്തിൽ വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള വൈകാരികതയാണ്, മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകും. കർക്കിടക രാശി, ശനി, വ്യാഴം, ഇത് മൂന്നിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻസും ഇവർ പരസ്പരം ചേരാതെ നിൽക്കുകയും ചെയ്ത ശനിയും ചന്ദ്രനും ചേരത്തില്ല. ചേരാതൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ കർക്കിടക രാശിയുടെ ഒത്ത മധ്യത്തിൽ വരുന്ന നക്ഷത്രവും കൂടിയാണ് പൂയം. അപ്പോൾ ആ ഒരു അമിതമായിട്ടുള്ള വൈകാരികത പലപ്പോഴും ഇത് മാനസിക സംഘർഷത്തിനും ഒക്കെ ഒരു കാരണം. ഒരു സ്വസ്ഥതയില്ലായ്മ, സ്വസ്ഥതയെ കൂടുതൽ ആഗ്രഹിക്കുകയും എന്നാൽ അത് കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകാം. ദുർവാശിയും പിടിവാശിയും ഉണ്ടാവും. ഇത് തന്നെയാണ് ഇവരുടെ പലപ്പോഴും ബന്ധങ്ങളിൽ പല ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താനുള്ള കാരണമാകുന്നതും. അതുപോലെ തന്നെ ഈ ശനി മോശമാവുകയും ചന്ദ്രൻ മോശമാവുകയോ വ്യാഴം മോശമാവുകയൊക്കെ ചെയ്ത് വ്യാഴത്തിന് ഗർവ് കൂടും, വ്യാഴം തലതിരിഞ്ഞു പോയാൽ. അപ്പോൾ ഈ ജ്ഞാനിയാണെങ്കിലും ആ ജ്ഞാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് തന്നെ ഗുരുവല്ലേ ഇതിൻ്റെ നക്ഷത്ര ദേവത. അതുകൊണ്ട് തന്നെ ബലം കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലായ്മ ഇവരുടെ പല തെറ്റിദ്ധാരണകൾക്കും ഇവരുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾക്കും മോശമായിട്ട് വഴിതിരിച്ച് വിടും എന്നുള്ളതാണ്. അത് ശീലിക്കണം എന്നുള്ളതാണ്. ആ ഒരു ഈഗോ വേണം മനുഷ്യന്. അത് പോസിറ്റീവ് ആയിരിക്കണം. ഒരു രജസ്സാണ്, ഒരു രാജകീയ ലീഡർഷിപ്പ് വരണമെങ്കിൽ കുറച്ച് രജസ് വേണം. പക്ഷേ ഇത് രജസിൻ്റെ മോശമായ അവസ്ഥയിലൂടെ ചിലപ്പോൾ കടന്നു പോകും. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നുള്ളത്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ഭക്ഷണപരമായിട്ടുള്ള അമിതമായിട്ടുള്ള ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ വായാണല്ലോ ഈ നക്ഷത്രം പറയുന്നത്. അപ്പോൾ വായിലുണ്ടാവുന്ന അസുഖങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വാരിയെല്ലിനൊക്കെ വരുന്ന രോഗങ്ങൾ, ക്ഷയരോഗം, ഉദരവ്രണങ്ങൾ, അൾസർ പോലുള്ള അസുഖങ്ങൾ, ഉദരത്തിലുണ്ടാവുന്ന അസുഖങ്ങൾ, എൻഡോസ്കോപ്പിയൊക്കെ എടുത്ത് നോക്കിയാൽ മാത്രം തിരിച്ചറിയുന്ന ചില പ്രശ്നങ്ങൾ, ഛർദി, അതുപോലെ തന്നെ സ്തനാർബുദം, സ്ത്രീകളിലൊക്കെ സ്തനങ്ങൾക്കുണ്ടാവുന്ന അർബുദങ്ങൾ, അതുപോലെ തന്നെ വിട്ടുമാറാത്ത ചുമകൾ, അതുപോലെ തന്നെ എക്സിമ, മോണരോഗങ്ങൾ, മഞ്ഞപ്പിത്തം ഈ പൂയം നക്ഷത്രത്തിൻ്റെ ഒരു സ്വഭാവമാണ്. വിക്ക്, ദന്തരോഗങ്ങൾ, പല്ലിൻ്റെ കളറ് മാറുക, പല്ല് തേഞ്ഞു പോവുക, വളരെ നേരത്തെ പല്ല് പൊടിഞ്ഞു പോവുക, ഇതൊക്കെ പ്രധാനമായിട്ട് പൂയം നക്ഷത്രത്തിലെ ലഗ്നമോ ചന്ദ്രനോ 6ാം ഭാവാധിപനോ ശനിയോ കുജനോ ഒക്കെ നിന്നാൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അമിതമായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സ്വഭാവം അങ്ങോട്ട് മാറ്റിയിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന ഗുണമായിട്ട് വേണ്ടത്. കാരണം ഈ ആശ്രയിക്കുന്നവരും പല കാര്യങ്ങളും ചെയ്യാൻ മടി ഒരു വലിയ വിഷയമായി വരും. അത് മടിയാണെന്ന് പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളാൻ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദുർവാശിയും പിടിവാശിയും വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലായ്മയും മടിയും ഒക്കെയാണ് പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയോ പൂയം നക്ഷത്രത്തിൽ ലഗ്നം വീഴുകയോ ചെയ്യുന്നവരുടെ ജീവിതം പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓരോ നക്ഷത്രത്തിനും ഓരോ കർമ്മബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട് രാശിചക്രത്തിലും. അതിൽ പൂയം നക്ഷത്രം എന്ന് പറയുന്നത്, പൂയം നക്ഷത്രം എനിക്ക് ഇന്നത് തരട്ടെ എന്നൊക്കെ പറയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരുപാട് ശ്ലോകങ്ങൾ അഥർവവേദത്തിലും അതുപോലെ തന്നെ വേദിക് അസ്ട്രോളജിയുടെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം പ്രധാനമായിട്ടും ഇതിൻ്റെ കർമ്മബന്ധം എന്ന് പറയുന്നത് പോഷണവും പരിപാലനവും പോഷിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെയാണ്.
മുൻജന്മത്തിൽ മറ്റുള്ളവരെ പോഷിപ്പിക്കുന്നതിലും മറ്റുള്ളവരെ പരിപാലിക്കുന്നതിലും ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആത്മാക്കളാണ് ഈ ജന്മം പൂയം നക്ഷത്രത്തിൽ ജനിക്കുന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രം ബലപ്പെടുകയാണെങ്കിൽ അമ്മമാരുടേതിന് സമാനമായ രീതിയിൽ മറ്റുള്ളവരെ പോഷിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യാനും ഒരു ലീഡർഷിപ്പ് അവിടെ ഇവർ ഉണ്ടെങ്കിൽ ഇവരെല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ കർമ്മപരമായിട്ടുള്ള ഒരു കടമയായിട്ട് ഒരു നിയോഗമായിട്ട് ഇവരിത് കാണുകയും വേണം എന്നുള്ളതാണ്. ഇതിനെ പ്രാകരുത്, ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഇതിലേക്ക് ചെന്ന് പെടുന്നു എന്നുള്ളത്. നിങ്ങളുടെ ജീവിത നിയോഗമായിട്ടത് കാണുകയും വേണം എന്നുള്ളതാണ്. നക്ഷത്രാധിപനായ ശനി കർമ്മത്തിൻ്റെ ഗ്രഹമാണല്ലോ. അതുകൊണ്ട് തന്നെ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ അനുഭവിക്കണം എന്നുള്ളത് കൊണ്ട് ശനി എക്സ്ട്രീമായിട്ട് മോശം പ്രവൃത്തിയുടെയും ദാസ്യത്തിൻ്റെയും അതുപോലെ തന്നെ സന്യാസത്തിൻ്റെയും യോഗാവസ്ഥയുടെയും നീതിയുടെയും ഗ്രഹവും കൂടിയാണ്. അപ്പം നല്ല പ്രവൃത്തി ചെയ്താൽ ഈ ജന്മം തന്നെ നല്ലത് ഗുണങ്ങളും, മോശം പ്രവൃത്തി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മോശം ഗുണങ്ങളും വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു ജന്മം കൂടിയാണ് ഇവരുടെ. കാരണം ശനിയുടെ ആധിപത്യവും വ്യാഴത്തിൻ്റെ ആധിപത്യവും ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ ദുഷ്കർമ്മം ചെയ്താൽ ദുഷ്കർമ്മത്തിനുള്ള ഫലവും നല്ല കർമ്മം ചെയ്താൽ നല്ല കർമ്മത്തിനുള്ള ഫലവും വളരെ വേഗത്തിൽ തന്നെ ഇവർക്ക് വരികയും ഇവർക്ക് പിന്നീട് അതൊരു ഭീതിയായിട്ട് വരികയും ചെയ്യും. നല്ല പേടിയുണ്ടാവും കർമ്മഫലത്തെപ്പറ്റി. നിരീശ്വരവാദികളാണെങ്കിൽ പോലും കർമ്മയെപ്പറ്റി നല്ല ഭയം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ശനിയുടെ സ്വാധീനമുള്ള നക്ഷത്രമായതുകൊണ്ട് ശനിക്ക് ബലം കുറഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് പല കാര്യങ്ങളിലും വൈകൽ വരും. ഡിലേയിങ്, ജോലിയിൽ, സമ്പത്ത് വരുന്നതിൽ, കല്യാണം കഴിക്കുന്നതിൽ, കുട്ടി ഉണ്ടാകുന്നതിലൊക്കെ ചിലപ്പം ഡിലേ വരാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. ഇത് പൂർവജന്മ കർമ്മത്തെ, അതായത് ഒരു പ്യൂരിഫിക്കേഷനാണല്ലോ വാസ്തവത്തിൽ ജീവിതം എന്ന് പറയുന്നത്. സോളിൻ്റെ ഒരു പ്യൂരിഫിക്കേഷനാണ്. അപ്പം അത് പൂർവജന്മാർജിതമായിട്ടുള്ള മോശകർമ്മങ്ങളുടെ ഒരു പ്യൂരിഫിക്കേഷനായിട്ട് കരുതി, ഒരു റിഫൈനിങ് ആയിട്ട് കരുതിയിട്ട് അതിനെ അങ്ങ് ഉൾക്കൊള്ളുകയും ഈ ജന്മം തിരിച്ചറിവോടുകൂടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ടതിനെ ഈ അനുഭവങ്ങളെയൊക്കെ കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. അത്രയും മതിനെ. ആത്യന്തികമായിട്ട് കർമ്മയുടെ പൂർത്തീകരണം തന്നെയാണല്ലോ ജീവിതം. അതായത് ആ വളരെ മെട്രിക്സ് പോലെ കിടക്കുന്ന ഒരു വിഷയമാണ് ഈ കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത്. അത് മനസ്സിലാവാതെ വരുമ്പോൾ അല്പമായ ബുദ്ധി വെച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് മനസ്സിലാവില്ല. അത് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റും കൂടിയാണ്. ഞാൻ ചില സ്ഥലത്തത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആത്യന്തികമായിട്ടത് നമ്മുടെ എല്ലാം പൂർവജന്മാർജിത പാപപുണ്യങ്ങളുടെ ഫലമായതുകൊണ്ട് തന്നെ ലൈഫിലൊരു നിയോഗമുണ്ട്. ചില മോശാനുഭവങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. എന്നാൽ കുറച്ച് അനുഭവങ്ങളിലൂടെ കടന്നു പോയി കഴിയുമ്പം ഇവർക്ക് ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ നന്മയുടെ ഒരു പാതയിലേക്ക് നടക്കാനുള്ള ഒരാഗ്രഹവും ഇവർക്കുണ്ടാകും. ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് തെറ്റ് ചെയ്താലും ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെ ഒരു കോമ്പിനേഷനുള്ള നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഉള്ളിൽ ചില കാര്യങ്ങൾ ഒരു അറിയാതെ ഒരു തെറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലോ പോയി പെട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്കൊന്ന് മാറണം, അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമാവണം, എല്ലാത്തിൽ നിന്നൊന്ന് ബ്രേക്ക് എടുക്കണം എന്നൊക്കെ നിരന്തരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പലപ്പോഴും ഇവരുടെ ബലഹീനതകളാണ് ഇവരെ മാറാൻ സമ്മതിക്കാത്തത്. വാസ്തവത്തിലും ഈ ഇവരുടെ ഒരു എല്ലാവരെയും പോഷിപ്പിക്കുന്ന ഒരു സ്വഭാവവും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന നിലനിർത്തണം എന്നുള്ളൊരു സ്വഭാവവും എല്ലാവരെയും ഒന്ന് കെയർ ചെയ്യണം എന്നുള്ള ഒരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിലും ഇവരെ ആ ഒരു തലത്തിലേക്ക് ഒരു നല്ല നിലവാരത്തിലേക്ക് എത്തിക്കാത്തത് ഇവരുടെ വീക്ക്നെസ്സുകളാണ്. ആ വീക്ക്നെസ്സുകളെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു അവസ്ഥയിലേക്ക് ഇവർക്ക് എത്താനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എൻ്റെ കാർമിക് ലിങ്കുകളെ പറ്റി പറഞ്ഞു, ഗുണത്തെപ്പറ്റി പറഞ്ഞു, ദോഷത്തെപ്പറ്റി പറഞ്ഞു, നക്ഷത്രത്തിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പറഞ്ഞു, അതിൻ്റെ ടെക്നിക്കാലിറ്റിയെ പറ്റി പറഞ്ഞു.
രോഗങ്ങളെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് ഫൈനലി വിസിറ്റ് ചെയ്യേണ്ട ക്ഷേത്രം, ഈ കർമ്മദോഷങ്ങളെ പൂർത്തീകരിച്ച് പൂയം നക്ഷത്രത്തിൽ ലഗ്നം അസെൻഡൻറ്റ് വരിക, അതിൻ്റെ അസെൻഡൻറ്റ് സ്ഫുടം പൂയം നക്ഷത്രത്തിൽ വീഴുക, അല്ലെങ്കിൽ ചന്ദ്രൻ പൂയം നക്ഷത്രത്തിൽ നിൽക്കുക, അല്ലെ 6ാം ഭാവാധിപനോ ശനിയോ കുജനോ ഈ പൂയം നക്ഷത്രത്തിൽ വീഴുക, പൂയം നക്ഷത്രത്തിൽ നിങ്ങളുടെ 6ാം ഭാവത്തിൻ്റെ സ്ഫുടം വീഴുക, ഇത്രയും വന്നാൽ എന്തായാലും 6th ഡെപ്റ്റാണ് ലഗ്നാധിപന്. ഇതെല്ലാം അപ്പോൾ ആ ഒരു പൂയത്തിൻ്റെ ഡെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലെ നക്ഷത്ര ക്ഷേത്രങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ക്ഷേത്രം തമിഴ്നാട്ടിൽ, അതായത് ശ്രീ അക്ഷയപുരേശ്വര ക്ഷേത്രം ആണ് തമിഴ്നാട്ടിൽ പൂയം നക്ഷത്രത്തിൻ്റെ ക്ഷേത്രമായിട്ട് പറയുന്നത്. അപ്പോൾ അത് വളരെ വിശേഷപരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ബൃഹദീശ്വര ക്ഷേത്രം, തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം, ഇവരുടെ ഒരു പ്രധാന ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ശനീശ്വരൻ കോവിൽ പൂയം നക്ഷത്രക്കാർ പോയിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ശബരിമല ശാസ്താവും ഇവരുടെ പൂയം നക്ഷത്രവും വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ബന്ധം ഉണ്ട്. അത് ജ്ഞാനസ്വരൂപനാണ് ശാസ്താവ്, ശബരിമല ശാസ്താവ്. അതുകൊണ്ട് തന്നെ ശബരിമല ശാസ്താവും പൂയം നക്ഷത്രക്കാർ ഉറപ്പായിട്ടും കഴിയുമ്പോഴൊക്കെ പോകേണ്ട സ്ഥലമാണ് നിങ്ങളുടെ ഡെപ്റ്റ് റിലീഫിന് വേണ്ടി. ആ സ്ഥലം ഈ പറഞ്ഞ ബൃഹദീശ്വര ക്ഷേത്രം, അതുപോലെ തന്നെ ശ്രീ അക്ഷയപുരേശ്വര ക്ഷേത്രം തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലുള്ള, അതേപോലെ തന്നെ ശബരിമല ശാസ്താവും ശനീശ്വരൻ കോവിലും, ഈ 4 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളിൽ പല ആവർത്തി പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ഡെപ്റ്റ് ക്ലെൻസിങ് വരികയും തടസ്സങ്ങളിൽ നിന്ന് മാറി മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിലും ഉള്ള പ്രശ്നങ്ങളും തീർത്ത്, പിതൃക്കളുടെ വിഷയങ്ങളും തീർത്ത്, ജാതകത്തിലെ മറ്റ് ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളും കണ്ടെത്തി ചെയ്ത് ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ളൊരു ജീവിതവും ഒരു നിഷ്ഠയോട് കൂടിയിട്ടുള്ള ജീവിതവും നയിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഈ ജന്മം ഭംഗിയാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം ഭഗവാൻ ശനീശ്വര സ്വാമിയും നക്ഷത്രദേവതയായിരിക്കുന്ന ഗുരുവും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രമായിട്ടുള്ള ആയില്യം നക്ഷത്രത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.